പേരാമ്പ്രയിലെ സംഭവത്തിന് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല. എന്താണ് വിഷയങ്ങൾ എന്ന് തിരക്കി പ്രശ്നം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പ്രശ്നം മൂർച്ഛിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചത്. പേരാമ്പ്രയിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് വളർത്തിയെടുത്ത് നാട്ടിലാകെ ഒരു കലാപമുണ്ടാക്കണം എന്നുള്ള നിലക്ക് നാടിൻ്റെ സ്വൈര്യജീവിതം തകർക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയത് ആരാ എന്നുള്ളത് മാധ്യമങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു പറയുന്നു, ഇതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പങ്കുണ്ട്. സെൻസേഷണലായ ഒരു വാർത്ത കിട്ടിയാൽ പഴയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലും മറന്നുപോകും എന്നൊരു പ്രതീക്ഷ അവർക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ പുതിയ ഈ സാഹചര്യത്തിൽ വൈറ്റ് വാഷ് ചെയ്ത് പഴയൊരു ആളെ ഇറക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിൽ. നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ബുദ്ധിപരമായി ഒഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ താൻ വില്ലാളി വീരനെ പോലെ ഷാഫി പറമ്പിൻ്റെ മറവിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിനകത്ത് സമാധാനാന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാ ഉദ്ദേശം. ആ ഉദ്ദേശം അവർ നടപ്പിലാക്കുന്നു. അതിൻ്റെ മറവിൽ കേരളത്തിനകത്ത് ഇവർക്കെതിരായി വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ഗൂഢാലോചനയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിനെ മറയ്ക്കാൻ മറ്റൊന്ന് ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ്. ഇപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ സാധാരണഗതിയിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോട് ചോദിക്കേണ്ട ചോദ്യം, വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരൻ പിരിച്ച ഫണ്ട് എവിടെയെന്നാണ്. ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് പുതിയ വിഷയങ്ങൾ വേണം, സ്വാഭാവികമാണ്. അപ്പോൾ അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. നമസ്കാരം. കേരള രാഷ്ട്രീയം കലുഷിതമാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ തീവ്ര യത്നം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തോടെ പ്രതിപക്ഷം വീണുകിട്ടിയ അവസരം മുതലെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ദേവസ്വവും സർക്കാരും അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉറപ്പു നൽകുകയും ചെയ്യുമ്പോഴും കോൺഗ്രസ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സുവർണാവസരം തേടി ഇറങ്ങി. നിയമസഭയിൽ ജനക്ഷേമപരമായ ബില്ലുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ പോലും ഒരു സംഭാവനയും നൽകാതെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ബഹളം വെച്ചു. നിർണായകമായ ചർച്ചകൾ തടസ്സപ്പെടുത്തി സഭയുടെ സമയം കളഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ നീക്കം ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴാണ് ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ നടന്ന സംഘർഷം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ഒരു പാർലമെൻറ്റ് അംഗം തന്നെ അക്രമത്തിന് നേതൃത്വം നൽകുകയും സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുകയും ചെയ്തു എന്നാണ് ആരോപണം. കോളേജിനുള്ളിൽ നടന്ന ഉന്തും തള്ളും എന്ന ചെറിയ കാര്യത്തിലാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും ഹർത്താൽ തന്നെ അക്രമഭരിതമാക്കാനാണ് UDF ശ്രമം നടത്തിയത് എന്നും LDF ആരോപിക്കുന്നു. മാത്രമല്ല MP പോലീസിന് നേരെ തട്ടിക്കയറുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ഗ്രനേഡ് പിടിച്ചുവാങ്ങുകയും ചെയ്തത് MP-യുടെ കയ്യേറ്റമായി ആണ് കാണുന്നത്. ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും ഇത് പോലീസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമീപനമാണ് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ സമനില തെറ്റിയാണ് പ്രവർത്തിക്കുന്നത് എന്നും പേരാമ്പ്രയിൽ സമാധാന അന്തരീക്ഷം വേണമെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധ ഷോയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നടപടിയെടുത്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടവും സംഘവും കോൺഗ്രസിൻ്റെ പടനായകരായി മാറിയിട്ടുണ്ടോ? പേരാമ്പ്രയും സ്വർണ്ണപ്പാളിയും തമ്മിൽ എന്താണ്? ശോകമാകുകയാണോ? പ്രതിപക്ഷ പ്രതിഷേധ നാടകമാണോ നടക്കുന്നത്? ഷാഫിയുടെ ഷോ റീൽ മാങ്കൂട്ടവും നയിക്കുന്ന അവസ്ഥയോ? കോൺഗ്രസിന് കാലിടറുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് OK ഫാറൂഖ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് അനിൽകുമാർ, ഷാഫി പറമ്പിലിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് പരിപാടിയാണോ പേരാമ്പ്രയിൽ സംഭവിച്ചത്? അങ്ങനെ തോന്നുന്നത്, സംശയം തോന്നുന്നതിന് കാരണം പലയിടത്തായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ അറിയാമല്ലോ, ഈ റീലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒരു തരത്തിൽ വലിയ ആഭ്യന്തരമായ വിമർശനങ്ങൾ ഉയരുന്ന സമയമാണ് എന്ന്. അവിടെ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ആശുപത്രിയിൽ കിടക്കുന്ന കാഴ്ചകൾ കാണുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇത്രയും കാലം കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്ന്
കരുതുന്നത്. അകത്താണോ പുറത്താണോ എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമില്ല. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തുന്നുണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പാലക്കാട് ഇപ്പോൾ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഇമേജ് ബിൽഡിംഗ് ഷോയാണോ നടക്കുന്നത്? എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അജണ്ട എന്താണെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ശബരിമല അയ്യപ്പനെ കൈവിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ശബരിമല അയ്യപ്പനെ കൈവിടാൻ കാരണം? ശബരിമല പോലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരു ആരാധനാ സങ്കേതത്തിനകത്ത് അരുതാത്ത കാര്യങ്ങൾ നടക്കുകയും അതിൽ കേരളത്തിലെ LDF സർക്കാർ തെറ്റുകാരനാവുകയും ചെയ്താൽ മാധ്യമങ്ങൾ ഷാഫി പറമ്പലിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല. ഷാഫി പറമ്പലിൻ്റെ പിന്നാലെ പോയി അയാൾക്ക് പരിക്ക് പറ്റിയോ പറ്റിയില്ലയോ, അല്ലെ പോലീസുകാർക്കാണോ പരിക്ക് പറ്റിയത്, ഇത്തരം ഒരു ചർച്ചയും രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. ഇതൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകർ അതിൻ്റെ ഭാഗമായി ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലീസുമായിട്ട് ഏറ്റുമുട്ടാനിടയുണ്ട്. വ്യക്തികളെന്ന നിലയ്ക്ക് അവർക്ക് ചില പരിക്കുകളൊക്കെ പറ്റാറുണ്ട്. ഇത് പുതിയൊരു കാര്യമല്ല. കേരളത്തിൽ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പലായതുകൊണ്ടൊരു പ്രത്യേകതയില്ല. നാളെയും ഇത്തരം നാടകങ്ങൾ ഓരോരുത്തരും നടത്തും. ഞാനൊരു ദിവസം നമ്മുടെ TV ചാനലിൽ കണ്ടത് സന്ദീപ് വാര്യർക്ക് ക്രൂരമർദ്ദനം എന്നുള്ളതാണ്. ചാനൽ ബ്രേക്കിംഗ്. അപ്പോൾ എല്ലാ ചാനലും ബ്രേക്ക് ചെയ്യാണ്. എന്നിട്ട് കാണുന്നത് ഇയാൾ ഒരു പോലീസുകാരനെ തള്ളി ഒരിടത്ത് കൊണ്ടുപോകുന്നതാണ്. ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് തേങ്ങ ഉടയ്ക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ആഫീസിലേക്ക് തേങ്ങ ഉടച്ച് പ്രതിഷേധിക്കുന്നു. അപ്പോൾ ചില്ല് പൊട്ടിക്കുന്നു, ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് സന്ദീപ് വാര്യരെ മർദ്ദിച്ച് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇത് മാധ്യമ പ്രചരണമാണ്. ഞാൻ ഒന്നാമതായി പറയുന്നത്, മാധ്യമങ്ങൾ ഇന്ന് ശബരിമല വിട്ടിട്ട് ഇതിലേക്ക് പോയതിന് കാരണം എന്താണ്? ശബരിമലയുടെ കാര്യത്തിൽ സുവർണാവസരമാക്കാൻ കഴിയുമെന്ന പണ്ട് BJP വിചാരിച്ചിരുന്നത് ഇപ്പോൾ കോൺഗ്രസ് വിചാരിച്ചതെങ്കിൽ അത് തകർന്നു തരിപ്പണമായി. കുറ്റവാളികളെല്ലാം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്താൻ കഴിയുമെന്ന് LDF തെളിയിച്ചു. കേരളത്തിൻ്റെ വിജിലൻസാണ്, ദേവസ്വത്തിൻ്റെ വിജിലൻസാണ് ഗൂഢാലോചന പൊളിച്ചത്. കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും പോറ്റി വിശുദ്ധനായിരുന്നല്ലോ. 17-ാം തീയതി പോറ്റി വെളിപ്പെടുത്തുമ്പോൾ പോറ്റി വിശുദ്ധൻ. അത് കഴിഞ്ഞ് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസ്, അത്രയും സ്മാർട്ടാണ് സ്ഥാപനം. അവർ ചെമ്പ് മാത്രമേ സ്വർണം പൂശാറുള്ളൂ, ഉരുക്കാറില്ല. എന്തെല്ലാമാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ, രാജീവ് ചന്ദ്രശേഖരൻ്റെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിനകത്ത് യാതൊരു തരത്തിലും കാര്യമാത്ര പ്രസക്തമായൊരു കാര്യമില്ല. അതിലേക്ക് എല്ലാവരും ചർച്ച കൊണ്ടുപോയതിന് കാരണം, ഒന്ന് പ്രധാനപ്പെട്ട കാരണം, അവർ വെച്ച അജണ്ട തകർന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം LDF അയ്യപ്പ സംഘവും മുതലെടുത്തിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് എടുത്തുള്ള നിലപാടിൻ്റെ സ്വീകാര്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയും ആ നിലയിൽ തന്നെ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന പ്രതിപക്ഷമാണ്. പിന്നെ VD സതീശൻ്റെ ബോംബ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതായിരുന്നോ ബോംബ്? ഈ ശബരിമലയിലെ പോറ്റിയായിരുന്നു നിങ്ങളുടെ ബോംബ്? തൽക്കാലം ബോംബ് അകത്തേക്ക് പോകുന്ന ലക്ഷണമാണ് സതീശ. ജയിലിൽ കിടന്ന് പൊട്ടിയെങ്കിലായി എന്നേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സതീശൻ്റെ ബോംബ് ഏത് ജയിലിൽ കിടന്നാൽ പൊട്ടാൻ പോകുന്നുള്ളത് നമുക്ക് കാണാം. ശരി. പക്ഷേ ശ്രീ അനിൽകുമാർ, അതിനിടയിൽ കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഈ രാഹുൽ മാങ്കൂട്ടം രംഗപ്രവേശം ചെയ്തതും കൂടിയാണ്. അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതെ, അതിലേക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഇവിടെ കാലിക്കട്ട് സർവകലാശാലയിലെ മറ്റോ ഏതോ സീറ്റിൽ KSUക്കാർ ജയിച്ചതോടുകൂടി കേരളം മുഴുവൻ ജയിച്ചെന്നായിരുന്നു മാധ്യമങ്ങളുടെ ആഖ്യാനം. പക്ഷെ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ KSU തകർന്ന് തരിപ്പണായി. കോളേജ് ക്യാമ്പസുകൾ മുഴുവൻ SFI പിടിച്ചടക്കി. MSFും പൊളിഞ്ഞ് പാളീസായി. MSFും KSUവും തമ്മിൽ അടിയായി. ഇതേതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തോ? എന്താ റിപ്പോർട്ട് ചെയ്യാത്തത്? അങ്ങനെ തകർന്നുപോയ KSUവിനെ രക്ഷപ്പെടുത്താനാണ് ഷാഫി പറമ്പലിൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഷാഫി പറമ്പലും രാഹുൽ മാങ്കൂട്ടത്തിലും ക്രിമിനൽ ബുദ്ധിയിൽ ആരംഭിച്ച പരിപാടിയാണ്. ഈ പരിപാടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോയ UDSF, പരാജയപ്പെട്ടു പോയ KSU, പരാജയപ്പെട്ടു പോയ MSF, അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറവിലാണ് ഈ ആക്രമണം. അവിടെ പേരാമ്പ്രയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പോയാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കുമോ? പേരാമ്പ്ര പോലുള്ള സ്ഥലത്ത് പ്രതിരോധങ്ങളൊക്കെ ഉണ്ടായി കാണും. അതിനുടനെ MP ഇറങ്ങിത്തിരിക്കുക. എന്നിട്ടോ അപ്പോൾ LDF ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ MPയുടെ ഷോയ്ക്ക് നിൽക്കത്തില്ല. മുമ്പൊരിക്കൽ അവിടെ ഇറങ്ങിത്തിരിച്ചപ്പോൾ 3-4 DYFIക്കാർ പോയത് ഇദ്ദേഹം ഒരു അവസരമാക്കി. ധീരനാണ്.
ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത്തവണ ഒരു ആയപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം അവിടെ വന്നത്. നേരെ പോലീസുമായിട്ടങ്ങ് മുട്ടുകയായിരുന്നു. എന്തിനാ ഇത്ര നേരം അവിടെ കാത്തു നിന്നത്? പോലീസിൻ്റെ മെക്കിട്ട് കയറിയത്. അവസാനം പോലീസ് വളരെ വളരെ കഷ്ടപ്പെട്ട് ഇവരെ പിരിച്ചുവിടാൻ നോക്കി. കടന്നാക്രമണം ശക്തമായപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലോട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ഒരു വനിതാ പോലീസ്, അവർ ഉയർന്ന ഉദ്യോഗസ്ഥയാന്ന് തോന്നുന്നു, അവരെ കടന്നാക്രമിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? ഈ MP-യുടെ നേതൃത്വത്തിൽ പോലീസിന് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ ആക്രമണത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പരിശോധിക്കപ്പെടട്ടെ. അദ്ദേഹം ICUലാണെന്ന് പറയുന്നു. പക്ഷേ 10-25 പേര് ചുറ്റും കൂടി നിൽപ്പുണ്ട്. അപ്പോൾ അതെന്ത് തരം ICU എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? കുമ്പസാരത്തിനിടെ കൂടെ പശുവിനെ കടത്തുക എന്ന് പറയുന്ന പോലെ ഷാഫിയുടെ ഷോയ്ക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കടത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിനകത്ത് മേധാവിത്വം ഉണ്ടാകാൻ ഗുണ്ടായുസവുമായിട്ട് ഇറങ്ങണം. ആ ഗുണ്ടായുസം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഇതുപോലെ തന്നെ ഈ ക്രിമിനൽ ബുദ്ധിയുള്ള ഈ MP-യും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇതൊന്നും നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ശരി അനിൽകുമാർ, ഞാൻ തിരിച്ചു വരാം. ശ്രീ OK ഫാറൂഖ് കൂടി ചേർന്നിട്ടുണ്ട്. ഫാറൂഖ് കേൾക്കാമോ? ഫാറൂഖ് നോക്കൂ, നമുക്കറിയാം പേരാമ്പ്ര പോലെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോളേജ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി റിസൾട്ടൊക്കെ വരുമ്പോൾ അവിടെ ചില തരത്തിൽ നിങ്ങൾക്കും പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനോ ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. അപ്പുറത്ത് ജയിച്ചവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാകും. ഇതിനൊക്കെ ഇടയിൽ ഒരു MP അവിടെ എത്തി, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ്, കോൺഗ്രസ് നേതാവ് അവിടെ എത്തി ഇത്തരത്തിൽ വൈകിയ വേളയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് പിന്നെ ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിലെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഇനി വിശദമായി അറിയേണ്ടതുണ്ട്. അതൊരു ഏകപക്ഷീയമായ തരത്തിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതിനകത്ത് കൃത്യമായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതുപോലെ ശബരിമലയിൽ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നത്. അവസാനം അന്വേഷണം നടത്തി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് ആ വാർത്ത ബ്രേക്ക് ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ച ഇതാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വന്നത്, ഈ ചർച്ച ഇങ്ങനെ വഴിമാറിപ്പോയത് ഒക്കെ കോൺഗ്രസിൻ്റെ കൂടി ആഭ്യന്തരമായ പ്രശ്നങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഷാഫിയുടെ ഷോയുമായി വിലയിരുത്തപ്പെടുന്നതിനെ എങ്ങനെ കാണുന്നു താങ്കൾ? കേൾക്കാം. ആദ്യമായി ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഒരു യൂത്ത് ഐക്യൻ, ഒരുപക്ഷെ ഇന്നലെ തുടങ്ങിയതല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയത് മുതൽ അദ്ദേഹത്തിന് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി. പിന്നീട് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് നമ്മൾ കണ്ടതാണ്. ആരാണ് അതിന്റെ പുറകിൽ എന്നുള്ളത് അറിയാം. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിൽ വെച്ചുകൊണ്ട് DYFI അദ്ദേഹത്തെ അസഭ്യവർഷമായിരുന്നു അവരുടെ വായിൽ നിന്നുണ്ടായിരുന്നത്, ആക്രമിക്കാൻ വേണ്ടി വന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം DYFI സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പുണ്ട്. കാരണം ആ നേതാവ് ഇന്ന് ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളറായി കേരളത്തിലെ തന്നെ യുവാക്കളുടെ ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ ഒരു യുവജന നേതാവായി വളർന്നു വന്നു. ഭാവിയിൽ കോൺഗ്രസ് എന്നല്ല, ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ വലിയൊരു നേതൃപദവിയിൽ എത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതൃ കപ്പാസിറ്റിയുള്ള നല്ല ഒരു ലീഡറായി വളർന്നു വരുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത വേവലാതി ഉണ്ട്. ഇതിനകത്ത് OK ഫറൂഖ്, രണ്ട് സംശയങ്ങൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിനകത്ത്. ഇത് ഇപ്പോൾ ഒരു CPM DYFI പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ഇത് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഷാഫിയുടെ ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്നതാണ് ഒന്ന്. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഭാഗത്തുള്ള പരാതി പോലും പോലീസ് നിങ്ങളെ ലാത്തി ചാർജ് ചെയ്ത് ഷാഫിയെ ആക്രമിച്ചു എന്നാണല്ലോ. അതിൻ്റെ കാര്യമാണല്ലോ ഇനിയിപ്പോൾ തെളിയിക്കപ്പെടാനുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ ഒരാളാണ് ഷാഫി എന്നുള്ള കാര്യം താങ്കൾ പറയുമ്പോൾ അത്രയും വലിയ ഔന്നത്യം ഷാഫി ഈ ഇടപെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എന്നതാണ്. അല്ല, ഞാൻ അവിടേക്കൊക്കെ വരാം. ഞാൻ തുടക്കം പറഞ്ഞെന്നുള്ളൂ. തുടക്കം പറയുമ്പോഴേക്ക് തന്നെ ഇടയിൽ കയറല്ലേ. അതായത് ഇത് രണ്ട് CPM-ന്റെ നേതൃത്വങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് കുറെ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നിങ്ങൾ അനുവദിക്കുകയും ചെയ്യും, നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഇവിടെ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് കടന്നു വരികയായിരുന്നു. പേരാമ്പ്രയിലെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നമ്മുടെ കോളേജ് ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ UDSF KSU MSF ഉൾപ്പെടെയുള്ള സഖ്യം വിജയിക്കുമ്പോൾ
എവിടെയും SFI കോട്ടകളാക്കി വെച്ച സ്ഥലങ്ങൾ അവർ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഒരു അക്രമമുണ്ട്. അത് വളരെ 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 മൃഗീയമായ അക്രമം നടത്തിയപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം അക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ പോലീസിന്റെ പെർമിഷനോട് കൂടി UDF അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഫറൂഖ് ഒരു മിനിറ്റ്. ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള ചില എനിക്ക് സംശയങ്ങൾ കൂടി തീർത്തു പോകണമല്ലോ. താങ്കൾ ഇങ്ങനെ പരത്തി പറയുമ്പോൾ ആളുകൾക്ക് സംശയം കൂടെ മാറണമല്ലോ. അതായത് ഈ പറയുന്ന കോളേജ് ഇലക്ഷനിൽ SFIക്ക് അവരുടെ കോട്ട നഷ്ടപ്പെട്ടു എന്നതാണോ, അതോ നിങ്ങളുടെ കോട്ടയിൽ SFIക്ക് ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുകയും ആ കോളേജ് അടിച്ചു തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നതായിരുന്നോ പ്രശ്നം? ഇതിൽ ഷാഫി പറമ്പിൽ അവിടെ ഈ വൈകുന്നേരം രാത്രി 8:30 മണിക്ക് അവിടെ എത്തി എന്ത് കാര്യമാണ് ഈ കോളേജ് പ്രശ്നത്തിൽ പരിഹരിക്കാനുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഈ പേരാമ്പ്രയിലെ ഇന്നലെ ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയുള്ള പ്രതിഷേധത്തിന് അവിടെ പോലീസിന്റെ പെർമിഷനോട് കൂടി നടത്തുന്നു. അവിടേക്ക് തൊട്ടപ്പുറത്ത് ഒരു 10-55 പേര് അല്ലെങ്കിൽ 100ന്റെ താഴെയുള്ള DYFIക്കാർ ഒരു പെർമിഷനും എടുക്കാതെ ഈ ജാഥ ഇവിടെ നിന്നും കടന്നു പോകാൻ പാടില്ല എന്ന തരത്തിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഒരു പ്രാദേശിക പ്രശ്നം, അതൊരു പോലീസും അവിടുത്തെ പ്രാദേശിക നാട്ടുകാരും തന്നെ തീർക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അവിടെ എങ്ങനെയാണ് രാത്രിയിൽ ഇതൊരു വിദ്യാർത്ഥി പ്രശ്നം രാത്രി 8:30 മണിയിലേക്ക് എത്തുന്നതും ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നത് വരെ നിങ്ങൾ കാത്തിരുന്ന് അങ്ങനെ ഒരു ഷോയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കുന്നു എന്ന പരാതി ഇപ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നതും? അതൊന്ന്. രണ്ടാമത്, ഈ പറയുന്ന ഹർത്താൽ പോലും ഇങ്ങനൊരു കോളേജ് പ്രശ്നത്തിൽ പേരാമ്പ്രയിൽ ഒരു ഹർത്താലിനുള്ള അനിവാര്യത എന്തായിരുന്നു? ഞാനിവിടെ ഒന്ന് പറയാൻ അനുവദിക്കുക. ഞാൻ അതിന് സമയം തരുമെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു കാര്യം പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ സംഭവം നടന്നത്, പിന്നെ എന്തിനാണ് ആശുപത്രിയിൽ പോയി എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ അതിനുള്ള മറുപടിയാണ്, ഞങ്ങൾ പെർമിഷൻ എടുത്ത ഒരു പ്രതിഷേധ പ്രകടനം. ആ പ്രകടനത്തിനകത്ത് തൊട്ടപ്പുറത്ത് 10-55ഓളം വരുന്ന DYFIക്കാർ പറയുന്നു അങ്ങോട്ട് കടക്കാൻ പാടില്ല, അവർ പെർമിഷൻ ഇല്ലാതെ അപ്പോ നിൽക്കുന്നു, അവിടേക്ക് പോകാൻ പാടില്ലെന്ന് പറയുമ്പോ ഈ പോലീസുകാർ പെർമിഷൻ. അല്ല, രണ്ട് കാര്യങ്ങൾക്കും അവിടെ DYFIയുടെയും ഇവിടെ രണ്ട് കൂട്ടർക്കുമുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു, വ്യത്യസ്ത സമയങ്ങളിലായിരുന്നു. പോലീസിന് അതിനിടയിൽ ഈ നിങ്ങളുടെ സമയം കഴിഞ്ഞാണ് നിങ്ങൾ പിന്നെയും അവിടെ കാത്തു നിന്നതാണ് പോലീസ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ രണ്ട് കൂട്ടർ ഒരുമിച്ച് എത്താതിരിക്കാൻ പോലീസ് ഇടപെടേണ്ടതുണ്ട്. അങ്ങനെ പോലീസ് ഇടപെട്ട് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് MP എത്തുന്നത്, MPയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. അതെന്തിനായിരുന്നു? തിരിച്ചൊരൊറ്റ ചോദ്യം, അവര് എത്ര DYFIക്കാർക്ക് പരിക്ക് പറ്റി? അല്ല, എത്ര CPMകാർക്ക് പരിക്ക് പറ്റി? പോലീസാണല്ലോ ഇതിനകത്ത്. പോലീസും നിങ്ങളും തമ്മിലാണല്ലോ നിങ്ങൾ തന്നെ പറയുന്നത്. പോലീസുകാർക്ക് പരിക്ക് പറ്റി. ഒരു പോലീസുകാരന്റെ കാഴ്ച പോകുന്ന അവസ്ഥയാണ്. അതാ എന്റെ കയ്യിൽ അയാളുടെ പേരുണ്ട്, വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരന് അയാളുടെ കാഴ്ച 90% നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ സംഭവിച്ചു. നിങ്ങളൊന്ന് എന്നെ പറയാൻ അനുവദിക്കൂ, ഞാൻ പറയട്ടെ. അവിടെ വെച്ച് പിന്നെ പോലീസുകാർ രണ്ടുപേരെയും പിരിച്ചു മാറ്റുകയാണെങ്കിൽ എന്താണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം അക്രമം? പിന്നെ പറഞ്ഞു അല്ല, രണ്ട് വിഭാഗക്കാരെയും പിടിച്ചു മാറ്റുക എന്നല്ല, രണ്ട് വിഭാഗക്കാരും തമ്മിൽ കാണുന്നതിന് പോലീസ് അനുവദിക്കാതിരിക്കുന്നു. ഒരു കൂട്ടർ പോകുന്നു, ഒരു കൂട്ടർ അവിടുന്ന് പോകുന്നു, പോലീസ് പറയുന്നത് കേട്ട് പോകുന്നു. മറ്റൊരു കൂട്ടർ MPയുടെ നേതൃത്വത്തിൽ പോകുന്നില്ല, പോലീസുമായി ഏറ്റുമുട്ടുന്നു. അല്ല, എവിടെയൊക്കെ പോയത്? നിങ്ങൾ പറയും, എവിടെയൊക്കെ പോയത്? അല്ല, എവിടെയൊക്കെ പോയത് നിങ്ങൾ പറയൂ. ഇവിടെ പോലീസ് ടാർഗറ്റ് ചെയ്ത് ഷാഫിയെ നിങ്ങൾ കണ്ടതാണ്. എന്നിട്ട് ലാത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തലക്കടിക്കുന്നത് എന്താ? ആര് കണ്ടു? അത് നമുക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ പോലീസിൽ നിന്ന് കേൾക്കുന്ന ഭാഷ്യം ഒരു മാധ്യമങ്ങൾക്കും ഇതുവരെയും പറയാൻ പറ്റിയിട്ടില്ലാത്തൊരു കാര്യം, അവിടെ ലാത്തി ചാർജ് നടന്നു എന്നുള്ളതാണ്. ലാത്തി ചാർജിന്റെ ഒരു ദൃശ്യവും നമ്മുടെ കയ്യിലില്ല. പിന്നെ വന്ന ചില ദൃശ്യങ്ങൾ നിങ്ങളുമായി ഏറ്റുമുട്ടുന്ന, നിങ്ങൾ പോലീസിനെ തള്ളുമ്പോൾ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന പോലീസിന്റെ ഒരു ചിത്രമുണ്ട്. അതെന്താണ് അവിടെ സംഭവിച്ചത്? അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ആഞ്ഞ് ഷാഫിയെ അടിക്കുന്നതാണോ? അറിയേണ്ടതുണ്ട്, അറിയണം.
അത് അനിൽകുമാറിന്റെ പാർട്ടി അത് ആവശ്യപ്പെടണം. അത് സർക്കാർ കണ്ടെത്തി പറയേണ്ടതുമുണ്ട്. അതെന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഷാഫിയുടെ മൂക്കടിച്ച് പരത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പേരാമ്പ്രയിൽ ഒരു ആശുപത്രിയിലേക്ക് MP പോകണ്ടേ? എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ ഒരു ആശുപത്രിയിലേക്ക് പോകാതെ അദ്ദേഹം കോഴിക്കോട് 50 കിലോമീറ്റർ ദൂരെയുള്ള കോഴിക്കോട്ടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി? കൈരളിയുടെ പെർമിഷൻ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ മതിയോ? അതെന്തിനാണ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഷാഫിയുടെ ജീവൻ രക്ഷിക്കണ്ടേ? ഷാഫിയുടെ മൂക്കടിച്ച് പരത്തിയതല്ലേ? അപ്പൊ അടുത്ത ആശുപത്രിയിലല്ലേ പോകേണ്ടത്? നിങ്ങളുടെ കൈരളി ചാനലിന് മാത്രം കിട്ടാത്ത വീഡിയോ ആണത്. ഇതൊന്ന് കാണും. കാരണം നിങ്ങളുടെ കൈരളി ചാനലിന്റെ വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ കണ്ണിൽ എന്തെങ്കിലും ചുവപ്പ് അല്ല, കൈരളി ചാനലിൽ കിട്ടാത്തതൊക്കെ മറ്റു പലർക്കും കിട്ടും. കൈരളി ചർച്ച ചെയ്യാത്തതൊക്കെ മറ്റു പലരും ചർച്ച ചെയ്യും. ഇന്നലെ വരെ ശബരിമല വലിയ അജണ്ടയായിരുന്നു അനിൽകുമാർ പറഞ്ഞതുപോലെ മറ്റ് പല ചാനലുകൾക്കും. അവരിന്ന് ശബരിമലയുടെ വിഷയങ്ങളെ കളഞ്ഞു. ശബരിമല അവർക്കൊരു വിശ്വാസ വിഷയമേ അല്ല. ഇന്നത്തെ ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട് പലർക്കും എതിരെ കേസെടുത്ത ദിവസമാണ്. SIT കേസെടുത്ത ദിവസമാണ്. എന്നിട്ട് ആ ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ശബരിമല വലിയ വിഷയമായിരുന്നില്ലേ? ഈ നിയമസഭയിൽ വലിയ വിഷയങ്ങൾ, പാവപ്പെട്ട ആളുകളുടെ, ക്യാൻസർ രോഗികളുടെ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അത് മാറ്റിവെച്ചുകൊണ്ട് നിയമസഭയിൽ നിങ്ങൾ ശബരിമല ഉയർത്തിയവരല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് ശബരിമല വേണ്ടേ? ഒന്നെങ്കിൽ എന്നൊന്ന് പറയാൻ അനുവദിക്കും, അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കും. ഇങ്ങനെ സംസാരിക്കാൻ അനുവദിക്കും പ്ലീസ്. ദയവിത് പറയാം. ഇവിടെ നടന്ന കാര്യങ്ങളാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. അംഗീകരിക്കാതിരിക്കാം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഒരു കാര്യം പറയുന്നു, അവിടെ പോലീസ് അവിടെ മനഃപൂർവ്വം ശ്രീ ഷാഫി പറമ്പിലിന് നേരെ അക്രമം നടത്തി. അവിടുന്ന് ആദ്യത്തെ CPM-ന്റെ നേതാവ് സനോജ് എന്ന് പറഞ്ഞ DYFI നേതാവ് പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല, ഒക്കെ ഷോ ആണ്. വസീഫ് പറഞ്ഞു ഈ മൂക്കൊക്കെ കൊണ്ടുപോയി ഫോറൻസിക് ലാബിൽ ചെക്കിങ്ങിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ആളുകളാ. ഇപ്പൊ വെറുതെയാണോ മൂക്ക് പൊട്ടുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ ഫറൂഖ്, നമുക്കറിയാലോ ഷാഫി പറമ്പിൽ എവിടെ നടന്നാലും എത്ര ദൂരം നടന്നാലും അതൊക്കെ റീലായി വരുന്ന കാലമാണിത്. അദ്ദേഹം തന്നെ ക്യാമറയിൽ ആ കാര്യങ്ങൾ പകർത്തുന്നുണ്ട്. ഈ കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ റീലിൽ ഇല്ല? ഈ കാര്യത്തിന്റെ വിഷ്വൽ എന്തുകൊണ്ടില്ല? ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇത് ഒരു LDF-ന്റെ MP ശ്രീ രാധാകൃഷ്ണൻ പെൺകുള MP ആണല്ലോ. അദ്ദേഹത്തെയാണ് ഇപ്പൊ UDF-ന്റെ ഭരണകാലത്ത് ഇതുപോലൊരു ആക്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അരുൺകുമാറും അല്ലെങ്കിൽ അനിൽകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എന്തായിരിക്കുന്നു കേരളത്തിൽ? അല്ല, ആരെ ആക്രമിച്ചാലും നമുക്ക് അതിനെ അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചെങ്കിൽ എൻ്റെ ന്യായമായ ചോദ്യമാണ്, അത് തെറ്റാണ്. അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ്. പക്ഷേ എൻ്റെ ന്യായമായ ചോദ്യം, താങ്കൾ അതിനെ പറഞ്ഞു തരേണ്ടതും ആളുകൾക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ടതുമായിട്ട് കാര്യം ഇതാണ്: എന്തുകൊണ്ട് ഷാഫി ഇത്ര അപകടകരമായ ഒരു അടി കിട്ടിയിട്ട് മൂക്കിൻ്റെ പാലം തകർന്നിട്ട് 2 എല്ല് പൊട്ടിയെന്നാണല്ലോ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദൂരമുള്ള ആശുപത്രികളൊന്നും പോകാതെ അദ്ദേഹം വളരെ ദൂരെയുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയി? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആശുപത്രിയിൽ പോകാം, പക്ഷെ അതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അല്ല, ഇപ്പോ ഷാഫി പറമ്പിലിന് അടി കിട്ടി എന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? എനിക്ക് ബോധ്യമായില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ബോധ്യമായിട്ടില്ല, നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ. അല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് അദ്ദേഹം ICU-ലാണല്ലോ. പക്ഷെ ന്യായമായ ചില സംശയങ്ങൾ താങ്കൾ തീർക്കൂ. നേരിട്ട് കണ്ടാൽ മാത്രമാണോ താങ്കൾ കോൺഗ്രസിന്റെ വക്താവാണ്. ആ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുടെ അറിവാണ് പറയേണ്ടത്. ഞാൻ ചോദിക്കേണ്ടി വരികയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? ഒരാളെ സംബന്ധിച്ചിടത്തോളം പോലീസ്, അതും ഒരു MP യെ ക്രൂരമായി മർദ്ദിച്ചൊരു കേസിനെ ലാഘവത്തോടു കൂടി ഷോ ആണ് എന്ന് ആങ്കറായ താങ്കൾ തന്നെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ? ഞാൻ ഷോ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഷോ ആണെന്ന് നാട്ടുകാർ പറയുന്ന കാര്യത്തെയാണ് ഞാൻ ഇവിടെ ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ പറയേണ്ടതും ഈ കാര്യത്തിൽ ഈ ചർച്ച കഴിയുമ്പോൾ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇങ്ങനെ വളരെ ദൂരെയുള്ള ഒരു ആശുപത്രിയിലേക്ക് പോയത്? ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ അനിൽകുമാർ ഉയർത്തിയൊരു വാദമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം.
അനിൽകുമാർ പറഞ്ഞത് എന്താണ്? ഇത് കോൺഗ്രസിലെ തർക്കമാണ്. MSF, KSU, UDSF ഇവരൊക്കെ പരാജയപ്പെട്ടതിനുള്ള ജാള്യത മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഷോയാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ തൊട്ടിട്ടില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കോൺഗ്രസിന്റെ തർക്കമാണെങ്കിൽ ഇതിനെ പോലീസുകാരെ അടിക്കുന്നത്? മറുപടി ഉണ്ടോ? കോൺഗ്രസ്സുകാരെ പോലീസ് അടിച്ചു നമുക്ക് തെളിയിക്കണ്ടേ? അവിടെ ലാത്തി ചാർജ് ഇങ്ങനെയാണോ? നമ്മൾ എന്താ തിരുവനന്തപുരത്ത് എത്ര ലാത്തി ചാർജ് കാണുന്നു? ഇങ്ങനെയാണോ ലാത്തി ചാർജ്? ഇപ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല? ഞാൻ എങ്ങനെയാണ് നിങ്ങളൊരു ദൃശ്യം അവിടുന്ന് കാണിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയാ ബോധ്യപ്പെടുക സാർ? ചിലപ്പോൾ ശരിയായിരിക്കും, അടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അടി കിട്ടിയിട്ടുണ്ട്. പോലീസുകാർ എത്ര പേര് അടിച്ചിട്ടുണ്ട്? അനിൽകുമാർ അടി കിട്ടിയിട്ടില്ലേ? ഫറൂഖിന് അടി കിട്ടിയിട്ടില്ലേ? സമരം നടത്തിയ പലർക്കും അടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു വിഷയത്തിൽ പേരാമ്പ്രയിൽ വലിയ കോലാഹലം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ഷോയായി മാറുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിലെ പ്രശ്നമാണോ? MSF, KSU, UDSFിന്റെ പരാജയമാണോ? ഞാനതിനകത്ത് വ്യക്തമായി മറുപടി പറഞ്ഞു. കോൺഗ്രസിനകത്ത് പ്രശ്നമാണോ ചോദിക്കുമ്പോൾ പോലീസുകാരെന്തിനാ അടിക്കുന്നെന്ന്. ഇനി പോലീസുകാർ അടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ കൈരളി അല്ലാത്ത എല്ലാ മാധ്യമങ്ങളും എടുത്തു നോക്കുക. എല്ലാവരും ഞങ്ങളെ കൂടെ നിൽക്കുന്നവരൊന്നല്ലല്ലോ. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് CPM വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങൾ അപ്പുറത്തുണ്ടല്ലോ. അവരും ഇന്ന് വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി എന്താ വേണ്ടത്? അങ്ങനെ കൊടുത്തു എന്ന് പറയുന്ന ചില മാധ്യമങ്ങളെ നിങ്ങൾ ആക്രമിച്ചത് എന്തിനാണ്? ഇന്ന് അങ്ങനെ കൊടുത്തു എന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ, റിപ്പോർട്ടർമാരെ നിങ്ങൾ ആക്രമിച്ചത് എന്തിനാണ്? ഹലോ, ഇത് കേൾക്ക്. ഇപ്പൊ അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലേ? ആരാക്രമിക്കുന്നു? നിങ്ങൾ കോൺഗ്രസുകാർ. KC വേണുഗോപാൽ പ്രസംഗിക്കുന്ന വേദിക്ക് തൊട്ട് താഴെ വെച്ച് ഒരു പ്രത്യേക ചാനലിന്റെ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്നത് ഇന്ന് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യം അത് അനുവദിക്കുന്നതും അതിനുവേണ്ടി എല്ലാ കാലത്തും മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുന്നതും കോൺഗ്രസ് പാർട്ടിയും UDF ആണ്. അതുകൊണ്ടാണ് ഇന്ന് അവരെ ആക്രമിച്ചതും അസഭ്യം പറഞ്ഞതും. ചരിത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഞങ്ങൾ ഒരു നേതൃത്വം ഒരു കാര്യം പറഞ്ഞിട്ട് മാധ്യമങ്ങളെ ആക്രമിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അത് CPMന്റെ പരിപാടിയാണ്. കോൺഗ്രസുകാരാണ് KC വേണുഗോപാലിന്റെ പ്രസംഗം കേൾക്കാൻ വന്നവരാണ് ഇത് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ദിനുവിനോട് ബാക്കി ചോദിച്ചാൽ മതി. അപ്പൊ ആരാണ് മാധ്യമങ്ങളെയൊക്കെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതും? ഞങ്ങളല്ലല്ലോ. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് RSSുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി മാധ്യമങ്ങളോട് വളരെ ദേഷ്യത്തോടു കൂടി കടക്ക് പുറത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ശരി, എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വാർത്ത കൊടുത്ത ആളുകളെ പോലും നിങ്ങൾ വെറുതെ വിടാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചു പോയത്. എന്തായാലും ഞാനൊരു 15 മിനിറ്റ് ഞാൻ താങ്കളോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇടയ്ക്ക് ഇടപെട്ടിട്ടുണ്ടാകും. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് തൃപ്തിയുള്ളതുപോലെ ഞാൻ ചിലപ്പോൾ സമയം തന്നിട്ടുണ്ടാവില്ല. ഞാൻ വരാം. ഞാൻ അനിൽകുമാറിന് ഒരു 1 മിനിറ്റ് എനിക്കൊന്ന് അനിൽകുമാറിൻ്റെ അടുത്ത് ചോദിക്കേണ്ടതുണ്ട്. അനിൽകുമാർ, ഈ പറയുന്ന പോലീസ് ആക്രമിച്ചു, പോലീസ് ലാത്തി ചാർജ് നടത്തി, ഇങ്ങനെ ഒരു MP-യെ ആശുപത്രിയിൽ ഇട്ടിരിക്കുന്ന ഒരാളെയാണോ താങ്കൾ ഉൾപ്പെടെ അത് അംഗീകരിക്കാതെ ഈ രീതിയിൽ വിമർശിക്കുന്നത്? അല്ല, പൊതുപ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങളുണ്ടാവും. അവിടെ വൈകുന്നേരത്ത് ഷാഫി എത്തുന്നവരെ ഈ പ്രവർത്തകരാരും പിരിഞ്ഞു പോകാതെ അവിടെ തടിച്ചുകൂടിയത് ഇപ്രകാരം സംഭവം ഉണ്ടാക്കാനാണ്. അതിൻ്റെ ലക്ഷ്യം പോലീസുമായിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്. ഒരു ലാത്തിച്ചാർജ് ഉണ്ടായാൽ ധാരാളം പേർക്ക് പരിക്ക് പറ്റേണ്ടതാണ്. ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയെന്ന് പറ്റിയില്ല എന്നും പറയുന്നു. എന്തായാലും തൊട്ടടുത്തൊരു ആശുപത്രി പോയിട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറെ കാണാൻ തയ്യാറാകാതെ അദ്ദേഹം ബേബി മെമ്മോറിയലിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. അതും പോലീസ് അന്വേഷിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കാര്യമുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ? സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം അവിടേക്ക് എഴുന്നള്ളുന്നു. അദ്ദേഹം വീരപുരുഷനായിട്ട് അവതരിക്കുന്നു, മാധ്യമങ്ങളെ കാണുന്നു, കോലാഹലം നടത്തുന്നു, കോൺഗ്രസിന് വേണ്ടി പ്രഖ്യാപനം നടത്തുന്നു. ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വീണ്ടും കൊണ്ടുവരാൻ പോകുന്നു. ഇതൊക്കെ നടക്കട്ടെ. ഈ കോൺഗ്രസ് നല്ല കോൺഗ്രസ്സാണ്. ഇത് ഷാഫി എന്ന് പറയുന്നത് എന്താ പ്രതീകമാണ്, ഐക്കണാന്നൊക്കെ പറഞ്ഞു. നല്ല ഐക്കണാണ്. ഒറ്റ ചവിട്ടിന് ഗർഭം കലക്കുമെന്ന് പറയുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ, നിന്റെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാളെ ചുമന്നു നടക്കുന്ന ആൾ കേരളത്തിൻ്റെ ഐക്കണാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ശക്തിയെങ്കിലും വേണം. അത്യാവശ്യം തൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, വനിതകൾ, അവരെക്കുറിച്ചെങ്കിലും ഓർത്ത് ഇത്തരം ഐക്കണുകളെ ഉയർത്തിപ്പിടിക്കാവൂ. ഇല്ല, കുഴപ്പം എന്താണെന്ന് വെച്ചാൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ ഐക്കണായിരുന്നു. ഒരാൾ ആരാണെന്നറിയണം, അയാളുടെ കൂട്ടുകാരനെ നോക്കണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ അതിൻ്റെ കൂട്ടുകാരനെ എല്ലാവർക്കും മനസ്സിലാവും. അതാണ് വ്യക്തം. ഒറ്റ ചോദ്യമുള്ളൂ ഈ ചർച്ചയിൽ. നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾ കേട്ട ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ല എന്ന് ഷാഫി പറമ്പിൽ പറയുമോ? ആ പെൺകുട്ടികളോട് സംസാരിക്കുന്ന ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല എന്ന് ഷാഫി പറമ്പിൽ പറയുമോ? ആണെങ്കിൽ ഷാഫി പറമ്പിൻ്റെ നിലപാടെന്താ? അത് സ്ത്രീപക്ഷ നിലപാടാണോ? ഇത് പറയാതെ ഐക്കണായാലും ഐക്കണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ്. ഇതൊന്നും കാലണയുടെ വില നാട്ടിലുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ നോക്കൂ, വീണ്ടും ഈ പറഞ്ഞ മനുഷ്യനും ബാധകമായ കാര്യം രാഹുൽ വിഷയം കയറി വരുന്നത് ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രശ്നത്തിലൂടെയാണ്. ഷാഫി അടികിട്ടി ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമേജ് ബിൽഡിംഗ് ശ്രമിക്കുന്നു എന്ന് CPM പറയുന്ന ഈ കാഴ്ച നടക്കുമ്പോൾ ഒരു വശത്തുകൂടി കയറി വരുന്നത്, ആ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരികയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു ചെറിയ കാര്യമായി കാണാനാകുമോ? അത് വളരെ രസകരവും ഗൗരവമുള്ളൊരു വിഷയമാണ്. നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ, അയാൾ കോൺഗ്രസ്സിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യം കോൺഗ്രസിനെ തൊട്ടാൽ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടമാണ്. നിങ്ങളത് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ ഒക്കും? അത് KPCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാളോ ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷാഫിയുടെ മൂക്ക് പോയി ഷാഫിയുടെ ചോര വന്നു എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിനുപരി കോൺഗ്രസ് പാർട്ടി തന്നെ പ്രാഥമികമായി ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കുകയും അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടപ്പെടുകയും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് ഇയാൾക്കെതിരെ സംസാരിക്കുകയും അതിന് KC വേണുഗോപാലിൻ്റെ ഭാര്യ വരെ സംസാരിക്കുകയും പിന്നീട് അവർക്കെതിരെ ഉൾപ്പെടെ സൈബർ ആക്രമണം നടക്കുകയും ചെയ്തൊരു സന്ദർഭമുണ്ട്. ആ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അയാൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണോ? കോൺഗ്രസ് അത് താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണോ? കോൺഗ്രസ് ഇതിന് എന്താണ് മറുപടി പറയുന്നത്? ഒരു ചോദ്യമാണ്. കാര്യം നിയമസഭ വന്നിട്ട് പോലും അദ്ദേഹത്തിന് സൈഡിൽ കൂടെ പൊക്കോളാനാണ് കുറിപ്പ് എഴുതി കൊടുത്തത്, പൊക്കോളാൻ എഴുതി കൊടുത്തത് നമ്മൾ ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് ആദ്യത്തെ വിഷയം. അതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. കാര്യം അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രശ്നം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി സമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജാണ്. ഇയാളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് MLA ആണോ മന്ത്രിയാണോ എന്നുള്ളതും പ്രശ്നമല്ല, അയാൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഒന്നത്. രണ്ട്, ഇവിടെ വന്ന മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രതിനിധി അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞാൽ ഒക്കില്ല. കാരണം റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ ഒരു ആൻറ്റഗണിസ്റ്റിക് പൊസിഷനിൽ നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നോക്കൂ, പല ചർച്ചകളും CPIM ആയാലും ഈ പറയുന്ന ഞാൻ പോലും ചില ആങ്കേഴ്സിനെ ഒഴിവാക്കാറുണ്ട്. കാര്യം CPM ഒഴിവാക്കിയ ഒരു ആങ്കറെ ഞാൻ ഹോൾഡ് ചെയ്യില്ല, ഞാൻ അങ്ങനെ പോകാറില്ല. നമ്മുടെ ഒരു പതിവാണ്, നമ്മുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിൽക്കേ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ കോൺഗ്രസ് പൂർണ്ണമായും ബഹിഷ്കരിച്ച ചാനലാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി അവിടെ പോകത്തില്ല. അവിടെ പോകാത്തതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ ശത്രുതയുമുണ്ട്. കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുകയും അവർക്കെതിരെ ശത്രുതാപരമായ ഒരു സമീപനം എടുക്കുന്നതും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ കാണുന്നതല്ല, നേരത്തെ തന്നെ കാണുന്നതാണ്. അതുമായിട്ട് ചേർത്ത് വേണം ഈ വിഷയത്തെ വാദിക്കാൻ. അല്ലെ ചുമ്മാതൊരു മാധ്യമപ്രവർത്തകൻ സൈഡിൽ കൂടെ പോയി എന്നുള്ളതല്ല. റിപ്പോർട്ടർ ചാനലുമായിട്ട് ഇവർക്ക് ഒരു പ്രശ്നത്തിൻ്റെ പ്രീസിഡൻസ് ഉണ്ട്. ആ പ്രീസിഡൻസിനെ ഇവിടെ സെറ്റിൽ ചെയ്യാണ് അവർ ചെയ്യുന്നത്. കാര്യം കൈ കിട്ടിയപ്പം എന്നാൽ ഇവർക്കിട്ട് പണി കൊടുത്തേക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങോ ഈ പറയുന്ന വിഷയവുമായിട്ട് ആധാരമായിരിക്കുന്ന ഒരു കാര്യവുമല്ല. ഈ റിപ്പോർട്ടർ ചാനൽ ഇന്നലെ തൊട്ട് ഈ വിഷയത്തിൽ CPM-നെതിരെയും പോലീസിനെതിരെയുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വിഷയാടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പോലീസിനെതിരെയും CPM-നെതിരെയും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ചാനലിനെതിരെ തന്നെ അവിടുത്തെ സാനിയോ മനോമിയും മറ്റൊരാൾക്കെതിരെയാണ് ഈ പറയുന്ന ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതെന്തിനാണ്? ഈ വിഷയത്തിൽ റിപ്പോർട്ടർ പൂർണ്ണമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരല്ലേ. അപ്പം നിന്നപ്പോഴും നിങ്ങൾ എന്തിനാണ് ആക്രമിക്കുന്നത്? അപ്പം കൃത്യമായി
ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹൂളിഗൻസ് ആണ്. ഇവരെന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്ത, തമ്മിൽ തല്ലാൻ അല്ലെങ്കിൽ അടിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ റിപ്പോർട്ടറിൻ്റെ അവതാരക ചോദിക്കുമ്പം പറയുന്നതാണ്, നിങ്ങൾ അവിടെ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്ന് DCC പ്രസിഡൻ്റാണ് പറയുന്നത്. അങ്ങനൊരു സാഹചര്യം വരെ ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറയണ്ടേ? ബാക്കി ഇത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അടുത്തത് നോക്കൂ, സഖാവ് അനിൽകുമാർ ഇവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ഗൗരവത്തോടുകൂടി തന്നെ സംസാരിച്ചു. ഇവിടെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അടുത്ത് വന്നത്. ഷാഫി പറമ്പിലുമായിട്ട് നോക്കൂ, വ്യക്തിപരമായി എനിക്കും വിരോധമൊന്നുമില്ല. സൗഹൃദമുണ്ടോ എന്ന് വെച്ചാൽ കണ്ടാൽ സംസാരിക്കുകയും ഒരു ചായ കുടിക്കാൻ ഉള്ള പരിചയമുള്ള ഒരാളുമാണ്. ഷാഫി കുറേ നാളുകളായി ഈ പറയുന്ന റീലുകളുടെ ലോകത്ത്, വെച്ചാൽ റിയലിൽ നിന്ന് റീലുകളുടെ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനകത്ത്, കോൺഗ്രസിനകത്ത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ നേതാവാണ്, അദ്ദേഹം വലിയ നേതാവാകുന്നതിലും ഇനിയും അതിലും വലിയ ഉയരത്തിലെത്തുന്നതിലും നമുക്ക് വിരോധമില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനോടൊരു ആൻറ്റഗണിസ്റ്റിക് പൊസിഷൻ എടുത്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കാര്യം കോൺഗ്രസിനകത്ത് VD സതീശൻ പോലും പറഞ്ഞിട്ട് നടക്കാത്ത രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പുറത്ത് ഷാഫിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നടക്കാതെ പോകുന്നു, VD സതീശൻ പറയുന്നത് പോലും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് വാർത്താലേഖകർ അല്ലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മളതിനെ ചേർത്ത് വായിക്കണം. പക്ഷേ എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനകത്ത് ഷാഫി പറമ്പിലിന് വലിയൊരു ഇമേജ് ഡീഗ്രഡേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ഇമേജ് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ആ ഡിക്ലൈനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ന്യായമാണ്. കാര്യം അദ്ദേഹം നോക്കൂ, അദ്ദേഹം പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോകുമ്പം ഞാനിവിടെ കാണും, അന്ന് തന്നെ ഒരു ഷോ കാണിക്കുന്ന ഒരു രീതി തന്നെയാണ് അദ്ദേഹം. ഞാൻ ആ ഷോ എന്നുള്ള വാക്ക് അദ്ദേഹം ഒരു വലിയ പ്രകടനം അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാനിവിടെ തന്നെ കാണും എന്നുള്ള രീതിയിലൊരു പ്രകടനമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കാണിക്കട്ടെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എങ്ങനെയും ശ്വാസം കിട്ടാനായിട്ടുള്ള, ഈ ജീവിക്കാനുള്ള ശ്വാസം രാഷ്ട്രീയ ജീവൻ കിട്ടാനുള്ള ഒരു ശ്വാസത്തിന് വേണ്ടി ആന്ന് വേണേൽ വിചാരിക്കാം. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടവുമായ വിഷയത്തിൽ ഒരു കാര്യം പോലും പ്രതികരിക്കാതിരിക്കുകയും സ്ത്രീകൾക്കെതിരെ വളരെ വലിയ ഒരു രീതിയിൽ മോശമായി പ്രവർത്തിച്ച ഒരാളെ, പാർലമെൻറ്റ് മെമ്പർ, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്ന ആൾ അന്ന് മിണ്ടാതിരിക്കുകയും പിന്നെ ഈ പല ഷോകൾക്ക് ഇറങ്ങി മുന്നിലിറങ്ങി അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ, അത് വർക്കാകത്തില്ല. കാര്യം ഷാഫിക്ക് അത്രയും ഒരു വലിയ കേരളത്തിൻ്റെ വലിയ സ്റ്റേച്ചറുള്ള ഇപ്പോഴത്തെ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇരിക്കുകയല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം പറയേണ്ടടുത്ത് കാര്യങ്ങൾ പറയാതിരിക്കുകയും ഒരു സുപ്രധാനമായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനു വേണ്ടി അദ്ദേഹം മൗനം പാലിക്കുകയും ഇതെല്ലാം കണ്ണടച്ച് പല ആൾക്കാരുടെ ആരോപണം ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും നടന്നിരിക്കുന്നതെന്ന് പറയുന്ന രീതിയിൽ തന്നെ സ്ട്രെച്ച് ചെയ്തുള്ള ഒരു ക്രിറ്റിസിസമാണ് അന്ന് വന്നത്. അതിൽ അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ല. അദ്ദേഹം മിണ്ടാതിരുന്നിട്ട് ഇപ്പം അവിടെ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വന്ന് മൂക്ക് പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ഫിഗറായി മാറും. പെട്ടെന്ന് യൂത്ത് ഐക്കണൊന്നും ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. യൂത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റു വാല്യൂസിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയാം. ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് വന്നിരിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതും തമ്മിലൊരു പ്രശ്നം. ഇത് ഞാൻ അനുമാനിച്ചു പറയുന്നതാണ്. ആ അനുമാനത്തിൻ്റെ ഒരു ആനുകൂല്യം എനിക്ക് തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, ഷാഫി പറമ്പിൽ ഒരു പബ്ലിക് സെക്ടർ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നുവെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എവിഡൻസ് പബ്ലിക് ആവും. എവിഡൻസ് ഒരു ആക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാവും. സർക്കാരിനാണെങ്കിലും CPM-നാണെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ആക്സസിബിൾ ആയിട്ട് വരും. എന്താണ് സംഭവിച്ചത്, പൊട്ടിയോ യഥാർത്ഥത്തിൽ ഒടിഞ്ഞോ, ഇതിനെക്കുറിച്ച് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ. ആ സംശയത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അതും ഞാൻ ആശംസിക്കുകയാണ്. പക്ഷേ പ്രശ്നം ഈ പറയുന്ന മൂക്ക് പൊട്ടി ഒടിവുണ്ടായിരുന്നു, അതിനനുസരിച്ച് എത്രയോ ദൈർഘ്യമേറിയ സർജറി നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് സർജറി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്സ് അല്ല നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അത് ആ ഫോട്ടോഗ്രാഫ്സ് കാണുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ അനുമാനിക്കുകയാണ്. സാധാരണ ഇതിലൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറി നടത്തുകയാണെങ്കിൽ ഈ മുഖത്തെ താടി മീശയൊക്കെ ആദ്യം തന്നെ അവർ പഠിച്ചു കളയും. അത് ഡോക്ടേഴ്സ് ചെയ്യുന്ന പ്രൈമറി പ്രോട്ടോക്കോളുകളിലൊന്നാണ്. മീശയൊക്കെ താടിയും വെച്ചുകൊണ്ടൊന്നുമില്ല, ആദ്യം തന്നെ ഇതിനകത്തുനിന്ന് ഇൻഫെക്ഷനൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ ഏതൊരു
ഓപ്പറേഷൻ പോയി നോക്കുക, അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതൊക്കെ പറയുന്നത് അതൊക്കെ ശ്രീ ഞാൻ അല്ല അത് ശരിയാണ് ഫറൂഖ്, ഞാൻ അത് പറയട്ടെ, ശരിയാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെടില്ല. നിങ്ങൾ പറയണ്ട, നിങ്ങൾ പറയണ്ട, ഞാൻ പറയട്ടെ, പറയട്ടെ. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രം അല്ലല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ചെറിയൊരു സർജറി എനിക്കും കഴിഞ്ഞ ഒരാളാണ്, ചെറിയൊരു സർജറി എനിക്കും കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ അത് ഞാൻ മുഖത്ത് പറയട്ടെ, പോലും ഞാൻ അല്ല. പറയട്ടെ, എന്നിട്ട് പോലും നമ്മുടെ മുഖത്തെ മീശ പോലും ഞാൻ വഴങ്ങുന്നില്ല. ലാലെ ഞാൻ വഴങ്ങുന്നില്ല, ഞാൻ പറയുന്നത് ലാലെ, ഞാൻ നിങ്ങൾക്കും വഴങ്ങുന്നില്ല, ലാലിന് ഞാൻ വഴങ്ങുന്നില്ല. പൂർത്തിയാക്കൂ, ലാൽകുമാർ പൂർത്തിയാക്കൂ. നിങ്ങൾ മിണ്ടായിരിക്കാൻ പറയൂ. ലാൽകുമാർ പൂർത്തിയാക്കൂ. ഇല്ല, അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ. എന്തിനാണ് ഇതിനകത്ത് ഇത്ര നിങ്ങളുടെ വെപ്രാളം? ജോലിയാണ്, എന്തിനാണ് വെപ്രാളം? പാവം ഷാഫി നിങ്ങളുടെ ജോലിയാണ്, അത് മിണ്ടായിരിക്കാൻ പറയൂ. പറയൂ, നിങ്ങളുടെ ലാൽകുമാർ ലാൽ, നിങ്ങൾ അവതാരകനാണെങ്കിൽ അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട. ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രജ്ഞ ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കൂ. ഞാൻ വളരെ അവധാനതയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. കോൺഗ്രസിന്റെ ആൾക്കും മറുപടി ഇത് നിങ്ങൾ ശബ്ദം ഉയർത്താതിരിക്കൂ പ്ലീസ്. നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഞാൻ പറയട്ടെ. ദയവായി ഫറൂഖ്, ഞാൻ എന്ത് വിളിച്ചു പറയല്ല. പറയുന്നത് സാധാരണ ഞാനല്ലോ, നമുക്ക് തർക്കിക്കാം. ഞാൻ പറയുന്ന കേക്ക് ലാൽ. ഇല്ലില്ല, പറ്റത്തില്ല ലാൽ. എനിക്ക് ലാലിന്റെ സപ്പോർട്ട് വേണ്ട. മ്യൂട്ട് ചെയ്യാൻ പറയൂ ലാൽ, മ്യൂട്ട് ചെയ്യാൻ പറയൂ. ഞാനൊരു പോയിന്റ് വെച്ചോണ്ടിരിക്കുകയാണ്. ഞാനൊരു പോയിന്റ്. ലാൽകുമാർ പൂർത്തിയാക്കും. എനിക്ക് പറ്റത്തില്ല. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കത്തില്ല. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കത്തില്ല. താങ്കൾ അത് ഉറപ്പുവരുത്തും അദ്ദേഹം മിണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ചർച്ച വിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. എനിക്ക് അദ്ദേഹത്തിനും പറയാൻ ഞാൻ അവസരം കൊടുക്കാം. താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ കൈരളിയിലായാലും റിപ്പോർട്ടറിലായാലും ഏഷ്യാനെറ്റിലായാലും ഇപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരിക്കലും ഇടപെടാറില്ല. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അവതാരകനും താങ്കളും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടേ പോത്തുള്ളൂ. ഞാനത് പറഞ്ഞിട്ടേ പോത്തുള്ളൂ. ലാലെ, നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്താൻ ഫറൂഖിനോടുമുണ്ട്. ദയവായി ഫറൂഖ്, എനിക്കൊരു നിങ്ങൾക്ക് ഫറൂഖിനോട് സ്നേഹമുണ്ടോന്നും നിങ്ങൾക്ക് ഫറൂഖിനോട് സ്നേഹമുണ്ടോന്നോ ഷാഫി പറമ്പിലോട് സ്നേഹമുണ്ടോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്ന പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയാതെ എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന്. അതിനകത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ അഡീഷൻസ് വേണ്ട, എനിക്ക് അവതാരകന്റെ അഡീഷൻസ് വേണ്ട. കാര്യം ഞാൻ പറയുന്നതിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. എനിക്ക് കൈരളിയുടെ അവതാരകന്റെ സപ്പോർട്ട് വേണ്ട. ഈ പറയുന്നതിനിടെ കൂടെ വെയിറ്റ് ചെയ്യും, ഞാൻ പറയട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പ്രാവശ്യം വരണ്ട. നിങ്ങൾ എത്രയോ ചർച്ചകളിൽ നിങ്ങളെ ഞാൻ പങ്കെടുക്കുന്നതാണ്. ഞാൻ എത്രയോ കാര്യങ്ങൾ പറയുന്നതാണ്. എനിക്കറിയാം, ഞാൻ പറയുന്നതിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഈ സത്യം പറഞ്ഞ ഈ ചർച്ചയ്ക്ക് ഒരു ഡോക്ടറെ കൂടെ വിളിക്കണ്ടായിരുന്നു. നോക്കൂ, ഒരു സ്റ്റിച്ച് ഇടുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എത്രയോ മണിക്കൂറുകൾ എടുത്ത് ഓപ്പറേഷൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ അതിനകത്തെ രാഷ്ട്രീയമാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് ചെറിയൊരു പ്രൊസീജിയറെ ചെയ്തിട്ടുള്ളായിരിക്കാം. ആ ചെറിയ പ്രൊസീജിയറിന് ചെറുതായിട്ട് വാർത്ത മതി. MN വിജയമാഷ് പറഞ്ഞ പോലെ വെണ്ടയ്ക്കാവൽക്കരണം ഉണ്ടല്ലോ വാർത്തയുടെ. അയ്യോ, അതീവ ഗുരുതരമായ കാര്യം, ഒടിഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പം അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ പ്രോട്ടോകോൾ അവർ ഫോളോ ചെയ്തിരിക്കും. ആ പ്രോട്ടോകോൾ അവർ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ അതിനകത്ത് അത്ര ചെറിയ ഗുരുതരമായ അത്രയും ഇവർ പറയുന്ന വെണ്ടയ്ക്കാവൽക്കരിക്കുന്ന മാധ്യമങ്ങൾ വെണ്ടയ്ക്കാവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രശ്നം ഇല്ലാന്ന് തന്നെയാണ്. അത് ഞാൻ ഉറച്ചിരിക്കുക. അത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും DD സതീശന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അതിന്റെ സ്ഥിതി. ശരി ലാൽകുമാർ. പക്ഷേ ഫറൂഖ് നോക്കൂ, ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ലാൽകുമാറിന്റെ വശം എന്നുള്ളതൊന്നും അല്ല. ഇതിനകത്ത് നോക്കൂ, ഒറ്റ കാര്യം, ഈ വിഷയം മാത്രം തന്നെ എടുത്താൽ തന്നെയും ഇതിനകത്ത് ചിലപ്പോൾ ചെറിയൊരു സർജറി ആയിരിക്കാം നടത്തിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ സർജറി പോലും നടത്തിയിട്ടുണ്ടാകണം എന്നില്ല. അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, നമ്മൾ അറിയുന്നുണ്ടാവില്ല. അല്ല, കേൾക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നാളെ ഡോക്ടർമാരും മെഡിക്കൽ ബുള്ളറ്റിലും ഒക്കെ ഈ താടി വടിക്കാത്തത് എന്താണ്? എന്തുകൊണ്ട് മൂക്കിന്റെ പാലത്തിൽ സർജറി നടത്തിയപ്പോൾ മീശയും താടിയും വടിക്കാതിരുന്നു എന്ന് പറയുന്നത് നന്നായിരിക്കും. കാരണം ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഷാഫി പറമ്പിലിൻ്റെ നല്ല സുന്ദരമായ താടിയും മീശയും വടിക്കാൻ ഞാൻ പറയില്ല, അതവിടെ നിൽക്കട്ടെ. ഡോക്ടർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വടിച്ചാൽ മതി ഈ സർജറി നടത്തുമ്പോൾ. ഫറൂഖ്, അതല്ല പ്രശ്നം. ഇവിടെ നോക്കൂ, ഈ പറയുന്ന വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ, യൂത്ത് കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ, ഈ MSF UDSF തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന്
പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ന് ഈ രീതിയിൽ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ചർച്ചയാകുന്നു. ശബരിമല വിഷയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പേരാമ്പ്രയിൽ പോയി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ എനിക്ക് അടി കിട്ടിയ മൂക്കിൻ്റെ പാലത്തിൽ പ്രശ്നമുണ്ടായ ഈ വിഷയത്തെ ഞാൻ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുന്നതൊക്കെ കേട്ടു നിങ്ങളൊക്കെ പലരും. ഇതൊക്കെ എന്താണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം? അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം ശ്രീ ലാൽകുമാർ പറഞ്ഞ കാര്യത്തിൽ ഒരു മറുപടി നൽകണമെന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരം ആളുകളൊക്കെ എന്താണ് ഇവരുടെയൊക്കെ മനസ്സ് എന്നുള്ളത്. പൊളിറ്റിക്സ് ഒക്കെ വിട്, എന്താണ് മനസ്സെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിക്കൂടെ, എന്തിനാ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിരിക്കുന്നു? എൻ്റെ നാട് പാലക്കാട് ജില്ലയാണ്. ഒരു കുഞ്ഞ് കയ്യിലൊരു ഫ്രാക്ചറാ, എന്താ ചെയ്തെന്നറിയോ? കൈ വന്ന് മുറിച്ചു കൊടുത്തു. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിനകത്ത് ഓപ്പറേഷന് നിങ്ങൾ വരുമ്പോൾ കത്രികയും തുന്നാനുള്ള സൂചിയും നൂലും കൊണ്ടുവരണമെന്ന് പറയുന്നൊരു കാലാണ്. അപ്പൊ അതൊന്നും പറയാണ്. രണ്ടാമത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇവിടെ ആരോഗ്യ വകുപ്പ് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു വർഷത്തിൽ 2-3 തവണ അമേരിക്കയിലേക്ക് പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഒരു ചികിത്സ. ഇങ്ങനെ ബാലിഷ്യമായ സംസാരങ്ങൾ. അല്ല, ലാൽകുമാർ അതൊന്നും പറഞ്ഞില്ല. ഫറൂഖ് അതൊന്നും പറഞ്ഞില്ല. നമ്മുടെ ആ വിഷയവും അതല്ല. ലാൽകുമാർ അതൊന്നും പറഞ്ഞില്ല. ലാൽകുമാർ പറഞ്ഞത് ഒറ്റ കാര്യമാണ്. മൂക്കിന്റെ ഇവിടെ ഒരു വലിയ സർജറി 3 മണിക്കൂർ ഇടപെട്ട ഒരു സർജറി നടത്തുകയാണെങ്കിൽ സാധാരണ ഇവിടെയുള്ള ആ രോമങ്ങളൊക്കെ തട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് ആദ്യം വടിച്ചു കളയും എന്നുള്ളത് സാധാരണ അറിവാണ്. എന്തുകൊണ്ട് ഷാഫിയുടെ കാര്യത്തിൽ അത് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് ആ ആശുപത്രിയിൽ അവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ കാണും. അത് പറഞ്ഞാൽ മതി. ചിലപ്പോ ഈ സർജറി നടത്തിയിട്ടുണ്ടാവില്ല. എനിക്ക് മറുപടി തന്നെ തരാൻ കഴിയുന്നില്ല. എന്ത് നിങ്ങളോടൊക്കെ പറയാ. ഞാൻ താടി പഠിച്ചില്ല, മീശ കട്ടിയില്ല. ഇതാണോ ഒരു കൈ? ഇതൊക്കെ നോക്കണ്ടേ? നമ്മൾ ദൃശ്യം കാണിക്കുകയല്ലേ? പോലീസ് അടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങൾ കാണിക്കുകയല്ലേ? ഏതൊക്കെയോ ദൃശ്യങ്ങൾ എടുത്ത് കാണിക്കുകയല്ലേ? ചിലപ്പോ അതുണ്ടാകും, അടിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ അടികെട്ടിട്ടുണ്ടാകും. ഇത്ര വലിയ പരിക്കുണ്ടായോ നമുക്ക് കാണണ്ടേ? ആ റീല് വേണ്ടേ? ഈ വ്യക്തി ഒരു മൂക്കിന് ഓപ്പറേഷൻ നടത്തുമ്പോ എന്റെ മൂക്ക് മുഴുവൻ മുറിക്കാത്തത് എന്ന് ചോദിച്ചു പോകില്ലേ? ആ പോട്ടെ ഫാറൂഖ്, അതവിടെ നിൽക്കട്ടെ. താങ്കൾക്ക് അതിൽ ഉത്തരം പറയാനുള്ള ഞാൻ ഇട്ട ചോദ്യം അല്ല അത്. ഞാൻ ആ ചോദ്യം പറഞ്ഞില്ല. ലാൽകുമാർ ആണ് ആ വാദം നിരത്തിയത്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതിലെന്തോ ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ മുമ്പിൽ ഇട്ടത്. താങ്കൾക്ക് ഉത്തരവില്ലെങ്കിൽ അത് പറയണ്ട, അത് വിട്ടേക്കൂ. ഞാൻ ഉത്തരം കറക്റ്റ് തന്നെ പറയുന്നത്. താങ്കൾ ഇനി ഈ കാര്യം പറയൂ. നിങ്ങൾ ശബരിമല വിട്ടോ? അതോ ശബരിമലയെ ഈ മൂക്ക് വെച്ച്, ഈ മൂക്കിന്റെ പാലം വെച്ച് ഇനി ശബരിമലയുടെ പടികൾ അത് കയറാനുള്ള പരിപാടിയാണോ? ഇപ്പോ ഞാൻ പറയുന്ന ആ കാര്യങ്ങൾ ശരിയാണ്. ഇനി അങ്ങോട്ട് വരാം. ശബരിമല വിഷയം ഒരു കാര്യം പറയാം, പിണറായി വിജയനെ വേട്ടയാടുന്ന ഒരു വിഷയമായിട്ടിരിക്കും. കാരണം 2018 ഇതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ഭരണ നേട്ടമായി കണ്ടൊരു കാര്യമുണ്ട്. രഹന ഫാത്തിമ എന്നവളെ മല ചവിട്ടിച്ചത് ഭരണ നേട്ടമായി കണ്ടവർ. അല്ല, അതെല്ലാം കഴിഞ്ഞിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു വന്നു. അതിനുശേഷം ഇതാ ഇപ്പോൾ നിങ്ങൾ ഇതൊരു സുവർണാവസരമായി എടുത്തു. പക്ഷെ 5-6 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങളുടെ ദേവസ്വം മന്ത്രിയുടെ കാര്യങ്ങൾ തന്നെ അവതാളത്തിലായി. നിങ്ങളുടെ കാലത്തെ ദേവസ്വം മന്ത്രിക്ക് പോലും ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞിപ്പോൾ ഉദ്യോഗസ്ഥരാണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി. അവിടെ ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം പോയോ? ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുന്ന അവസ്ഥയായോ? അപ്പോഴാണോ നിങ്ങൾ ഈ പേരാമ്പ്രയിലെ പരിപാടിയുമായിട്ട് വന്നത്? ശബരിമലയില് ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. 2018 സംഭവം അറിയാം. ഭരണ നേട്ടമായിരുന്നു സ്ത്രീകളെ മല ചവിട്ടിച്ചതെന്ന് പറഞ്ഞു. ആ ആളുകൾ തന്നെ ലോക അയ്യപ്പ മഹാസംഗമം പോലും വെക്കുന്നു. അവിടെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണ് ഏറ്റവും പ്രധാനമായി അവിടെ വായിച്ചതും നിങ്ങളെല്ലാവരും ആഘോഷിച്ചതും നമ്മൾ കണ്ടതും. താങ്കൾ പോയില്ലല്ലോ, കോൺഗ്രസ് പോയില്ലല്ലോ. അവിടെ എന്താ നടന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. അവിടെ താങ്കൾക്ക് അറിയില്ലല്ലോ. യോഗി ആദിത്യനാഥിന് സല്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ
ഈ സന്ദേശം വായിക്കുമ്പോൾ അഭിവാദ്യം ചെയ്യാനും കോൺഗ്രസിന് കിട്ടില്ല, അത് CPM കിട്ടുള്ളൂ. അത് അന്തർധാരയുടെ ഭാഗമാണ്. അത് ഞങ്ങളെ കിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഇന്നിപ്പോ നിങ്ങൾക്ക് ആ ചർച്ചയില്ല. ഇന്ന് നിങ്ങളുടെ സമരം അതിനുവേണ്ടി നടന്നില്ല. ഇന്നത്തേതെല്ലാം വേറെയാണ്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചിട്ട് താങ്കൾ അഭിപ്രായം എന്തോന്ന് പറയൂ? അല്ല, നിങ്ങൾ എന്താ ഇന്ന് അത് വിട്ടത്? ഇന്നത്തെ ദിവസം നിങ്ങൾ ശബരിമലയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നോ? ഇതെങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണോ ഈ വിശ്വാസ പ്രശ്നങ്ങളൊക്കെ? ഞങ്ങൾക്ക് പൊളിറ്റിക്സ് രാഷ്ട്രീയപരമായിട്ട് ഒരു നേട്ടത്തിലും ഞങ്ങൾ ഉപയോഗിക്കില്ല. ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നടത്തി. ഇപ്പൊ രണ്ടാമത്തെ തവണ കൊള്ളയാണ് നടക്കുന്നത്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ആ ചർച്ചയിലേക്ക് വരാം. ശരി, നമ്മൾ തയ്യാറാണെങ്കിൽ അനിൽകുമാർ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 2019 ഉണ്ടായ സംഭവങ്ങൾ അത് പറയട്ടെ പൂർത്തിയാക്കൂ. അതെ, 2019 എന്താണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങളുടെ വിശ്വാസികൾക്കുള്ള വല്ലാത്ത ആ വിശ്വാസം അത് പരമാവധി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് മറിച്ചു വെക്കാൻ അതാണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കുകയാണ്. വിശ്വാസങ്ങളെല്ലാം തകർക്കുന്ന പിണറായി വിജയനെ വേട്ടയാടാൻ പോകുന്നു. അത് ജനങ്ങൾ പിണറായി വിജയനെ ഇതൊക്കെ വേട്ടയാടാൻ പോവുകയാണ്. പേരാമ്പ്രയിലെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെ വേട്ടയാടലിന്റെ ഭാഗമാകാം. അനിൽകുമാർ, അല്ല, ഒന്നാമത് ഈ 2019 ഈ സ്വർണ്ണക്കടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന ഒരാളാണ് ആ സ്വർണം ദുബൈയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് അയച്ചത്. 2, അത് അയച്ചത് ദുബായ് എമിറേറ്റ്സിൻ്റെ സർക്കാർ വക വിമാനത്തിലാണ്. 3, അത് കിട്ടിയത് ദുബായ് സർക്കാരിൻ്റെ തന്നെ കോൺസുലേറ്റിലാണ്. ഇതിലൊന്നും കേരള സർക്കാരിനൊരു പങ്കില്ല, മുഖ്യമന്ത്രിക്കൊരു പങ്കില്ല, അദ്ദേഹത്തിൻ്റെ ആഫീസിലെ ആർക്കും പങ്കില്ല. ഒരു പങ്കുണ്ടെന്നതിനും തെളിഞ്ഞിട്ടേയില്ല. പിന്നെ കോൺഗ്രസ്സുകാർ പറഞ്ഞ പോലെ, ലീഗുകാർ പറഞ്ഞ പോലെ ഖുറാൻ്റെ മറവിൽ ആരും സ്വർണം കടത്തിയിട്ടില്ല. അപ്പോൾ ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ് മോദിയെ സന്തോഷിപ്പിക്കാൻ, അമിത്ഷയെ സന്തോഷിപ്പിക്കാൻ, RSSനെ സന്തോഷിപ്പിക്കാൻ കേരളത്തിലെ UDFനെ കിട്ടിയത് അവർക്ക് നന്നായി. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കടത്തി. പിന്നെന്താ കേട്ടത്? ബിരിയാണി ചെമ്പിൻ്റെ മറവിൽ സ്വർണം കടത്തി. ഇതൊന്നും ഇല്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ്റെ ചെവിയുടെ കുറ്റിക്ക് സുപ്രീം കോടതി അടി കൊടുത്തു. എന്നിട്ട് ഇനി ഇവിടെ നിന്നാൽ 10 ലക്ഷം രൂപ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. അവസാനം എന്തായി? കുഴൽനാടൻ അവിടെ പോയി. അപ്പം മനോരമ അടുത്ത പണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്? പിണറായി വിജയൻ്റെ മകന് ED സമൻസ് കൊടുത്തു. എന്നിട്ട് തന്നെ ED വിളിക്കാഞ്ഞത്? എന്തിനാ ED വിളിക്കുന്നത്? അവിടെയാണ് അടുത്ത കെട്ടുകഥ. മകളുടെ പേരുള്ള കള്ളത്തരം തീർന്നു, തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു, കള്ളം പറഞ്ഞ കുഴൽനാടനും പിടിക്കപ്പെട്ടു, BJPക്കാരും പിടിക്കപ്പെട്ടു. ഷോൺ ജോർജിനോട് മിണ്ടരുതെന്നല്ലേ കോടതി വിധി? ഷോൺ ജോർജ് എന്ന് പറയുന്ന BJPയുടെ സെക്രട്ടറിയോട് മിണ്ടരുതെന്ന് കോടതി വിധിയില്ലേ? അപ്പം മകളുടെ പേരിൽ മിണ്ടാൻ പറ്റാതെ വന്നപ്പോൾ മകൻ്റെ പേരിൽ അടുത്ത കഥയായിട്ട് മനോരമ വന്നിരിക്കുകയാണ് കോൺഗ്രസിനെ രക്ഷിക്കാൻ. എന്തിനാണ് ഈ മനോരമ ഇപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? 2023 സമൻസ് അയച്ചു. എന്ത് സമൻസ്? ലൈഫ് മിഷൻ. മനോരമയിൽ ഇന്നൊരു വാർത്ത ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ? കേരള സർക്കാരിന് ദുബായ് സർക്കാർ അവിടുത്തെ റെഡ് ക്രോസൻ്റ് പണം കൈമാറി എന്നാണ് മനോരമയുടെ മുൻപേജിലെ വാർത്ത. കേരളത്തിൽ ആരെങ്കിലും വിവരമുള്ളവർ പറയുമോ? കേരള സർക്കാരിന് വിദേശ പണം വാങ്ങാൻ അനുവാദം ഇല്ലാത്തടത്ത് വിദേശ പണം വാങ്ങിയോ? ഒരു പണവും വാങ്ങിയിട്ടില്ല. 20 കോടിയും വാങ്ങിയിട്ടില്ല. കേരള സർക്കാർ ലൈഫ് മിഷന് വേണ്ടി വിദേശ പണം വാങ്ങിയിട്ടില്ല. ദുബായ് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. റെഡ് ക്രോസിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അവരുടെ കോൺസുലേറ്റിൽ കൊടുത്തിട്ട് അവർ തന്നെ കരാറുകാരനെ കണ്ടെത്തി നമുക്ക് പണിത് തരുന്നേ ഉള്ളൂ. ദേശീയപാത കേരളത്തിൽ പണിയുമ്പോൾ ടെൻഡർ വിളിക്കുന്ന കേന്ദ്രമാണ്. കേരള സർക്കാർ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. വടക്കാഞ്ചേരി ഫ്ലാറ്റിൽ ടെൻഡർ വിളിക്കാതിരിക്കുകയോ ചെയ്ത പോലെ അവിടെ ഈ പണി നടത്തുന്നതെല്ലാം അവർ പണം കൊടുത്ത് ദുബായ് സർക്കാരിൻ്റെ UAEയുടെ കോൺസുലേറ്റാണ്, അല്ലാണ്ട് കേരള സർക്കാരല്ല. അതിന് ദേശീയപാത കേരളത്തിൽ പണിയാൻ അമിത്ഷാ, മോദി, പിണറായി വിജയന് കൈക്കൂലി കൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ദേശീയപാത പണിയാൻ വേണ്ടി പിണറായി വിജയന് അമിത്ഷാ കൈക്കൂലി കൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്തിനാ കൈക്കൂലി? അതുപോലെയാണ്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാകാത്ത വിഡ്ഢികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ കോൺഗ്രസ്സുകാർ ഇതെല്ലാം പറഞ്ഞു കിടക്കും, വേറെ ഗതിയില്ലല്ലോ. പിന്നെന്താ സംഭവിക്കുന്നത്? അയ്യപ്പ സംഗമം.
കോൺഗ്രസ്സുകാരിപ്പോൾ അയ്യപ്പനെ താഴെ ഇട്ടു. ഏത് അയ്യപ്പനാ കോൺഗ്രസിൻ്റെ അയ്യപ്പൻ? പത്തനംതിട്ട കണ്ടു, കടുവപ്പുറത്ത് വരുന്ന അയ്യപ്പൻ, അതെനിക്ക് മനസ്സിലായില്ല. ഞങ്ങളെല്ലാം അയ്യപ്പനെക്കുറിച്ച് വിചാരിക്കുന്നത് പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനാണ്, പുലിപ്പാൽ കുടിച്ച് വളർന്ന അയ്യപ്പനാണ്. പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ജനകോടികളുടെ അയ്യപ്പൻ. കോൺഗ്രസിൻ്റെ അയ്യപ്പൻ അതല്ല, കടുവപ്പുറത്താണ് കോൺഗ്രസിൻ്റെ അയ്യപ്പൻ വരുന്നത്. വി ഡി സതീശൻ പറഞ്ഞില്ലേ. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ ചേട്ടനാണ് അയ്യപ്പൻ. അപ്പോൾ വി ഡി സതീശൻ സുരേഷ് ഗോപിയുടെ ചേട്ടനെ കടുവയുടെ പുറത്ത് കയറ്റി എഴുന്നള്ളിച്ചാൽ കേരളത്തിൽ ചിലവാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഷാഫിയോട് പോയി പറ, അദ്ദേഹത്തിന് പരിക്ക് പറ്റി കാണും, പരിക്ക് പറ്റി കാണില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. പിന്നെ ഈ ഷോ ഒക്കെ നടത്തുന്നതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. രാഷ്ട്രീയം കളിച്ചു, കോളേജിൽ ചിലവാകുകയല്ല, പിന്നെയാണോ കേരളത്തിൽ ചിലവാകാൻ പോണത്? ശരി, കോളേജിൽ ചിലവാകുകയെന്നല്ലേ പിള്ളേരെ തെളിയിച്ചത്? തേമ്പി വിട്ടില്ലേ? KSUവിനെയും ലീഗിനെയും അതുപോലെ ലീഗിൻ്റെ MSFനെയും ഒക്കെ ആ കാലിക്കട്ട് സർവകലാശാല തേമ്പി വിട്ടില്ലേ? കേരള സർവകലാശാല തോറ്റു തുന്നം പാടിയില്ലേ? അവിടെ തോറ്റ് കോളേജിൽ ചിലവാകാത്ത കാര്യമായതുകൊണ്ട് പേരാമ്പ്രയിലല്ല വേറെ എവിടത്തെങ്കിലും ഈ ഷാഫി ഇറങ്ങിയ നടക്കുന്ന കാര്യമാണോ? ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഇത് രാഷ്ട്രീയ കളിയാണ്. ഇവ ഗതിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് അത് കളിച്ചോട്ടെ, മാധ്യമങ്ങൾ ഇതിനൊക്കെ എല്ലാം പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കും, മാധ്യമങ്ങൾ പിന്തുണച്ചോട്ടെ. നാട്ടുകാരുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും. ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങളുടെ ബോധ്യം എന്താണ്? അവിടെ തെറ്റായ കാര്യങ്ങൾ ചെയ്തത് ഉദ്യോഗസ്ഥരാണ്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ചത് ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥന്മാർ അവരെക്കുറിച്ച് ഒരു വാക്കുകൊണ്ട് പോലും കേരളത്തിലെ പ്രതിപക്ഷം ഒരു വാക്കുകൊണ്ട് പോലും അവരെക്കുറിച്ച് ഒരു കാര്യം പറയാൻ തയ്യാറായില്ല എന്നുള്ളത് കള്ളന് കഞ്ഞി വെക്കുന്ന പ്രതിപക്ഷം എന്ന് തെളിഞ്ഞു. കൃത്യമാണ്. ഫറൂഖ്, ഇതാ നോക്കൂ, ഇപ്പോൾ ഈ വിഷയത്തോടു കൂടി ഇപ്പോൾ വീണ്ടും ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അല്ലെങ്കിൽ സൈബർ രംഗത്തുള്ള ഈ കോൺഗ്രസിലെ വിഭാഗത്തിൻ്റെയൊക്കെ കയ്യിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ് ഒരു നിരീക്ഷണം. അങ്ങനെ വീണ്ടും കാര്യങ്ങൾ കോൺഗ്രസിൽ വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, അത് വീണ്ടും കോൺഗ്രസിനെ പ്രശ്നത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണോ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാൻ പോകുന്നത്? അല്ല, ഞങ്ങൾ ഇവിടെ ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ശ്രീ ഷാഫി പറമ്പിലെ ഏറ്റവും വലിയ ഇപ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവർ വല്ലാതെ അടുത്ത മുഖ്യമന്ത്രിയായും ലോക ആരോഗ്യ സംഘടനയിൽ നിന്നൊക്കെ വല്ലാതെ അവാർഡ് കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് പോലും അനുമോദിച്ചു എന്നൊക്കെ പറയുന്ന അവരെ വലിയൊരു നേതാവുണ്ട്, ശ്രീ ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചർ 1 അല്ല 1000 അല്ല 10000 അല്ല 50000 അല്ല 1 ലക്ഷം അല്ല 1,14,500 സംതിങ് വോട്ടുകൾ തോൽപ്പിച്ചപ്പോ അന്ന് മുതൽ തുടങ്ങിയതാണ് CPM-ന്റെ ഈ ക്രിമിക്കടി. അതോടൊപ്പം തന്നെ ഈ ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ മാത്രം ഉണ്ടാവും, ഡൽഹിയിലുണ്ടാവും, അതുപോലെ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട മുതൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു വല്ലാത്തൊരു പ്രശ്നമുള്ള ഒരു നേതാവായി CPM-നും DYFI-ക്കൊക്കെ വന്നു. അങ്ങനെയുള്ള അത് ആ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുക, അങ്ങനെ ഇല്ലാതെയാക്കുക എന്നൊക്കെ ചിന്തയാണെങ്കിൽ അതൊക്കെ അങ്ങ് എടുത്തു വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാൻ. ശരി അനിൽകുമാർ, അപ്പോൾ ഷാഫി പറമ്പിലിനെ നിങ്ങൾ തൊട്ടാൽ അത് കോൺഗ്രസിൽ പ്രശ്നമാകുമെന്നാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ബാക്കി എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോളൂ, ഷാഫിയെയും രാഹുലിനെയും ആ ടീമിനെയും തുടരുത്, ഇതാണിപ്പോൾ കോൺഗ്രസിന്റെ വക്താവ് പറയുന്നത്. അല്ല, അത് പ്രതിപക്ഷ നേതാവിന് മനസ്സിലായല്ലോ. പ്രതിപക്ഷ നേതാവിനെ എത്ര നികൃഷ്ടമായ നിലയ്ക്കാണ് ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആക്രമിച്ചത്. ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും ആക്രമിക്കുന്ന ഉമ്മാ തോമസിനെയല്ലേ, ഷാനിമോൾ ഉസ്മാനെയല്ലേ, കോൺഗ്രസിലെ വനിതകളെയല്ലേ? കോൺഗ്രസിലെ ആരൊക്കെങ്കിലും ഇവരുടെ ആക്രമണം ഏറ്റുവാങ്ങാതുണ്ടോ? അതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ ശരിയാണ്, തൊട്ടാൽ പൊള്ളും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ വ്യക്തികളെ കണ്ടുകൊണ്ട് നടക്കുന്നൊരു കൂട്ടരാണോ? കേരളത്തിലെ പോലീസിനെ പ്രത്യേകം തീരുമാനിച്ച് ഷാഫി പറമ്പിലിനെ അടിക്കാൻ പറയുന്നു. എന്നിട്ട് ഷാഫി പറമ്പിൽ സമയത്ത് 8:30 ആയപ്പോഴത്തേക്കും പ്രത്യേകമായിട്ട് വന്ന് പേരാമ്പ്ര നിൽക്കുന്നു. അതിന് പെട്ടെന്ന് പോലീസുകാരനെ ഞങ്ങൾ പേരാമ്പ്ര കൊണ്ടാക്കുന്നു. വിഡ്ഢികളല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഷാഫി പറമ്പിലൊന്നും ഒരു സാധനമല്ല. നിങ്ങളിങ്ങനെ വലിയ ആളുകളായിട്ട് കൊണ്ടു നടന്നു. ഞങ്ങൾക്കൊരു കാര്യമില്ല. അതുകൊണ്ട് ഷാഫി പറമ്പിൽ എന്തോ ഉണ്ടായി എന്നുള്ള വാദമൊക്കെ തെറ്റാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിനകത്ത്, നിങ്ങളുടെ നമ്മളടിക്കകത്ത് അവർ എഡ്ജുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയങ്ങൾ നടത്തുന്നു, പോലീസുമായിട്ട് മുട്ടുന്നു, വാർത്തയുണ്ടാക്കാൻ നോക്കുന്നു. അത് അവരുടെ ഉപജീവനം മാത്രമാണ്. ഇത് രാഷ്ട്രീയമല്ല, ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഇക്കാര്യം പരിഗണിക്കുന്നേ ഇല്ല. ശരി, ഇത്തരം ഒരു കാര്യവും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ശരി, മാധ്യമങ്ങൾ ചിലപ്പോൾ ഇത് പൊക്കി പിടിക്കുന്നുണ്ടാവും. ശരി ലാൽകുമാർ, നോക്കൂ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം ഒരല്പം മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന നിരീക്ഷണങ്ങൾ പൊതുവെ വന്നപ്പോൾ
സാമുദായികമായും മറ്റും സംഘടനകളൊക്കെ ആ രീതിയിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആണ് പെട്ടെന്ന് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വന്നത്. പക്ഷേ അത് കോൺഗ്രസിന് തന്നെ പാരയാകുന്ന അവസ്ഥ വന്നു. ദാ ഇപ്പോൾ അതും കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഈ മൂക്കിലെ പാലം സഹായിക്കും എന്ന ഒരു വിശ്വാസമാണ്. ഷാഫിയെ തുടരുത്, രാഹുലിനെ തുടരുത്, ഇതൊക്കെയാണ് വാദം. രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഫറൂഖിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഷാഫിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിനെ കളിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട ആണ് മെയിൻ വിമർശനം. കാര്യം ഇല്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ വിഷയം. കാര്യം കുറച്ചായിട്ടുള്ളൊരു മുറിവിനെ ഒടിഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ വലിയൊരു സംഭവമാക്കി കാണിക്കാൻ ചിത്രീകരിക്കാൻ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഒന്നത്, അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഹിം റിവൈവ്. അതിനകത്തും എനിക്ക് സംശയമില്ല. അത് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ട്, ശൈലജ ടീച്ചറിനെ തോപ്പിച്ചു. ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് പോൾ ചെയ്ത വോട്ട് മൊത്തം, വടകര പോൾ ചെയ്ത വോട്ട് മൊത്തം ഷാഫി പറമ്പലിന് കിട്ടുകയും ശൈലജ ടീച്ചറിന് ഒരു വോട്ട് പോലും കിട്ടിയില്ലെന്നിരിക്കട്ടെ, എന്നാലും ഞാൻ പറയുന്നു ഷാഫി ശൈലജ ടീച്ചർ ആകില്ല. അതിനൊരല്പം കൂടെ ഷാഫി മൂക്കണം കേട്ടോ. അത് രണ്ടാണ്. അത്ര മാത്രമേ പറയാനുള്ളൂ. റൈറ്റ്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഷോകൾ പലതും കാണേണ്ടി വരും. പക്ഷേ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഒരു സമരത്തെ നേരിട്ടപ്പോൾ ഒരു ക്രമസമാധാനം നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു MP പെരുമാറേണ്ട രീതിയിൽ തന്നെയാണോ ഷാഫി പറമ്പിൽ MP പെരുമാറിയത് എന്നതും ചിന്തിക്കേണ്ടതുണ്ട്. ഷാഫിക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കുന്നവർ ഷാഫി മാത്രമല്ല കോൺഗ്രസ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണോ എന്നറിയേണ്ടതുണ്ട്. ഷോകൾ പലതും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു ഷോ അല്ല, ജനങ്ങളുടെ മനസമ്മതം അല്ലെങ്കിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കലാണ് എന്ന സത്യം കൂടി അവർ അറിയേണ്ടതുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ അനിൽകുമാർ, OK ഫറൂഖ്, ഒപ്പം ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.